ഈ ടി എൻ പ്രതാപന്റെ സാമ്പത്തിക സ്ഥിതിയെ പറ്റി പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കണം, സ്വന്തം മകളുടെ പഠനത്തിന് വേണ്ടി യൂസഫ് അലിയിൽ നിന്ന് പണം സ്വീകരിച്ചിട്ടുള്ള ആളാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ മകളുടെ മെഡിക്കൽ കോഴ്സ് ഫണ്ട് ചെയ്തത് ലുലു മാളിന്റെ ഉടമസ്ഥരായിട്ടുള്ള യൂസഫ് അലിയാണ് എന്ന് പറയുന്ന ഇദ്ദേഹം ഈ പറയുന്ന രാജ്യത്ത് നടക്കുന്ന എല്ലാ കേസുകളിലും PFIക്ക് ഇൻട്രസ്റ്റ് ഉള്ള എല്ലാ കേസുകളിലും ലക്ഷം കോടി രൂപ ഫീസ് മേടിക്കുന്ന വക്കീലന്മാരെ വെച്ച് കേസ് നടത്തുന്നുണ്ട്. കപിൽ സിബലിനെ പോലെ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രസിദ്ധരായിട്ടുള്ള അഭിഭാഷകരെ പോലെയുള്ള ആളുകളെ നിർത്തുന്നുണ്ട്. ഇതിന്റെ എല്ലാം ഫണ്ടിങ് ചാനൽ എന്താണ്? അപ്പൊ ടി എൻ പ്രതാപനെ നമ്മൾ ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ CAA NRC വിഷയത്തിൽ, സിദ്ദിഖ് കാപ്പന്റെ വിഷയത്തിൽ, UAPA ചുമത്തുന്ന വിഷയത്തിൽ, കർഷക പ്രക്ഷോഭ നിയമത്തിനെതിരെയുള്ള വ്യവഹാരങ്ങളുടെ പശ്ചാത്തലത്തിൽ ഒക്കെയാണ് ടി എൻ പ്രതാപനെ നമ്മൾ നിരന്തരമായി കണ്ടുകൊണ്ടിരിക്കുന്നത്. അതല്ലാതെ ഒരു MP എന്നുള്ള രീതിയിൽ തൃശ്ശൂരിലെ ജനങ്ങൾ അദ്ദേഹത്തെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം അദ്ദേഹം നിർവഹിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും തൃശ്ശൂരിലെ ജനങ്ങളെ തനിക്ക് ഇനി അഭിസംബോധന ചെയ്യാൻ സാധിക്കില്ലെന്നുള്ള വ്യക്തമായിട്ടുള്ള ബോധ്യമുള്ള ആളായിരുന്നു ടി എൻ പ്രതാപൻ. അതുകൊണ്ടാണ് ടി എൻ പ്രതാപൻ കഴിഞ്ഞ ജനുവരിയിൽ തന്നെ പറയുന്നത് ഇനി ഞാൻ മത്സരിക്കില്ല എന്ന്. അതുകൊണ്ടാണ് ടി എൻ പ്രതാപൻ KPCCനെ ഔദ്യോഗികമായിട്ട് മെയ് മാസത്തിൽ അറിയിക്കുന്നത് ഞാൻ ഇനി മത്സരിക്കില്ല എന്ന്. പക്ഷേ KPCCയുടെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കേരളത്തില് സിറ്റിംഗ് MP മാരെല്ലാവരും മത്സരിച്ച് തീരും. എല്ലാ സീറ്റും വളരെ പ്രധാനമായതുകൊണ്ട് ആർക്കും അങ്ങനെ ഇളവ് കൊടുക്കാൻ സാധിക്കില്ല. മാത്രമല്ല അങ്ങനെ ഒരു ഇളവ് കൊടുത്തു കഴിഞ്ഞാൽ ശശി തരൂർ ആ ഇളവ് മേടിക്കും. ശശി തരൂര് പാർലമെന്റിലേക്ക് മത്സരിക്കാതെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ തുടരുന്നത് നിലവിലെ KPCC നേതൃത്വത്തിന് ഇഷ്ടമുള്ള കാര്യമല്ല. അതുകൊണ്ട് ശശി തരൂരിനെ ഏത് നിലയിലും പാർലമെന്റിലേക്ക് മത്സരിപ്പിക്കാൻ വേണ്ടി ഇവരുണ്ടാക്കിയ ഒരു മാനദണ്ഡമാണ് സിറ്റിംഗ് MP മാരെല്ലാവരും മത്സരിച്ചേ തീരുന്നത്. ഈ നിർബന്ധം എന്ത് സംഭവിച്ചു? ടി എൻ പ്രതാപന് മത്സരിക്കാതിരിക്കാൻ നിവൃത്തിയില്ലാണ്ടായി. നിങ്ങൾക്ക് ഓർമ്മയിൽ കഴിഞ്ഞ സെപ്റ്റംബറിൽ വീണ്ടും ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാവുന്നു ഞാൻ മത്സരിക്കില്ലെന്ന്. VT ബൽറാമാണ് തൃശ്ശൂരിലെ കോൺഗ്രസിന്റെ കാൻഡിഡേറ്റ് എന്ന മട്ടിലുള്ള തൃശ്ശൂരിലുള്ള പ്രാരംഭ പ്രചരണ പ്രവർത്തനങ്ങൾ വരെ ആരംഭിക്കുന്നുണ്ട്. ആ സമയത്താണ് KPCCയുടെ നിലപാട് വരുന്നത് ടി എൻ പ്രതാപൻ തന്നെ മത്സരിക്കാൻ നിർബന്ധിതനാവുന്നു. അപ്പൊ ടി എൻ പ്രതാപൻ ആരോടാണ് മത്സരിക്കേണ്ടത്? കഴിഞ്ഞ തവണ തൃശ്ശൂരിലെ ജനങ്ങൾ പരാജയപ്പെടുത്തിയതിനു ശേഷവും 5 വർഷം തുടർച്ചയായി തൃശ്ശൂരിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ് സുരേഷ് ഗോപി. സാധാരണഗതിയിൽ പറയാറുണ്ട് ഈ നോമിനേറ്റഡ് MP എന്നൊക്കെ പറയുന്നത് കേവലം റബ്ബർ സ്റ്റാമ്പുകളാണ്. അവർ സഭയിൽ എന്തെങ്കിലും രീതിയിലുള്ള പ്രവർത്തനം നടത്താറില്ല. പ്രസിദ്ധമായിട്ടൊരു കഥയുണ്ട് ഐസക് ന്യൂട്ടനുമായി ബന്ധപ്പെട്ട്. ഐസക് ന്യൂട്ടൻ ബ്രിട്ടീഷ് പാർലമെന്റിലെ ഒരു നോമിനേറ്റഡ് MP ആയിരുന്നു. അദ്ദേഹം ഒരു ചർച്ചയിൽ പോലും ഒരിക്കൽ പോലും സംസാരിച്ചിട്ടില്ല. എല്ലാ ചർച്ചയിലും വരും, പക്ഷെ ഒരിക്കലും സംസാരിക്കില്ല. ഒരു ദിവസം ഒരു ചർച്ച നടക്കുന്നിടയിൽ ഐസക് ന്യൂട്ടൻ പെട്ടെന്ന് എഴുന്നേറ്റപ്പോ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒക്കെ പെട്ടെന്ന് മിണ്ടാതായിട്ട് ഐസക് ന്യൂട്ടൻ എന്താ പറയാനുള്ളതെന്ന് കേൾക്കാൻ. അപ്പൊ അദ്ദേഹം പറഞ്ഞത് ജനലും നടക്കണം, നല്ല തണുത്ത കാറ്റ് വരുന്നു. ഇതാണ് സാധാരണഗതിയിൽ നോമിനേറ്റഡ് MP മാർ ആകെ ചെയ്യാറുള്ളത്. എന്നാൽ നോമിനേറ്റഡ് MP എന്ന സങ്കല്പത്തെ തന്നെ അട്ടിമറിക്കുന്ന, അതിനെ പരിവർത്തനം ചെയ്യുന്ന ഒരാളാണ് സുരേഷ് ഗോപി. അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ട MP അല്ലാഞ്ഞിട്ട് പോലും തന്നെ തെരഞ്ഞെടുക്കാത്ത ജനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം 6 കൊല്ലം തുടർച്ചയായിട്ട് രാജ്യസഭയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. സാധാരണഗതിയിൽ നോമിനേറ്റഡ് MP മാരുടെ അറ്റൻഡൻസ് എത്രയാ? നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, സച്ചിൻ ടെണ്ടുൽക്കർ, രേഖ, ഇവരൊക്കെ നോമിനേറ്റഡ് MP മാരായിരുന്നു. അറ്റൻഡൻസ് ഇല്ലാത്തതുകൊണ്ട് രാജ്യസഭയിലെ ചെയർമാൻ നോട്ടീസ് അയച്ച് ഇവരെ വരുത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം 60 ദിവസം അടുപ്പിച്ച് വന്നിട്ടില്ലെങ്കിൽ രാജ്യസഭയിലെ അംഗത്വം ക്യാൻസൽ ആവും. സാധാരണഗതിയിൽ 5% താഴെയാണ്. 350 ദിവസം സഭയിൽ ഉണ്ടായിരുന്ന സച്ചിൻ ആകെ 22 ദിവസമാണ് സഭയിൽ വന്നത്. സുരേഷ് ഗോപിയുടെ നോമിനേറ്റഡ് MP ആയിട്ടുള്ള സുരേഷ് ഗോപിയുടെ അറ്റൻഡൻസ് എന്ന് പറയുന്നത് 75%. അദ്ദേഹം 50 ഡിബേറ്റുകളിൽ പങ്കെടുത്തിട്ടുണ്ട്. അദ്ദേഹം 23 ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ആ രീതിയിൽ ഒരു എലക്ടഡ് MP കൂടുതൽ വീറോടെ മികവോടെ കേരളത്തിന്റെ ആവശ്യങ്ങൾ, ഇവിടുത്തെ ആദിവാസികളുടെ ആവശ്യങ്ങൾ, ഇവിടുത്തെ കർഷകരുടെ ആവശ്യങ്ങൾ, ഇവിടുത്തെ സ്ത്രീകളുടെ ആവശ്യങ്ങൾ, ഇവിടുത്തെ സ്പോർട്സ് താരങ്ങളുടെ ആവശ്യങ്ങൾ, ഇങ്ങനെയുള്ള വിഷയങ്ങളെല്ലാം നിരന്തരം സഭയിൽ ഉന്നയിക്കുന്ന ഒരു ഹൈ പെർഫോമിംഗ് MP, തനിക്കൊരു അധികാരമില്ലാഞ്ഞിട്ട് പോലും തൃശ്ശൂരിന് വേണ്ടി ഒരുപാട് പദ്ധതികൾ കൊടുക്കുന്ന ഒരു MP, തൃശ്ശൂരിന് അദ്ദേഹം വാഗ്ദാനം ചെയ്തിട്ടുള്ള ഒരു സഹായം ചെയ്തതിന്റെ പേരിൽ കോൺഗ്രസ്സുകാരനായിട്ടുള്ള തൃശ്ശൂരിന്റെ മേയർ MK വർഗീസ് സുരേഷ് ഗോപിയെ അഭിനന്ദിച്ചുകൊണ്ട് കത്തയച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. 1 കോടി രൂപ അദ്ദേഹത്തിന്റെ MP ഫണ്ടിൽ നിന്ന് തൃശ്ശൂരിന് വേണ്ടി അലോട്ട് ചെയ്തുകൊണ്ട്. അങ്ങനെ തൃശ്ശൂരിന് വേണ്ടി നിരന്തരമായി വർക്ക് ചെയ്തൊരു ഹൈ പെർഫോമിംഗ് MP ഇദ്ദേഹത്തോട് മത്സരിക്കാൻ ടി എൻ പ്രതാപൻ എങ്ങനെയാണ് സാധിക്കുക? ഞാൻ ഈ തെരഞ്ഞെടുപ്പിനെ ഇല്ല എന്ന് പറഞ്ഞ് നടന്നിരുന്ന ആളാണ്. അപ്പൊ അദ്ദേഹം ഉപയോഗിക്കുന്ന അദ്ദേഹത്തിന്റെ പഴയ കൂട്ടുകാരെ കൂട്ടിയിട്ട് വളരെ വർഗീയമായിട്ടൊരു ധ്രുവീകരണത്തിനാണ് ശ്രമിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി വന്ന് വേദിയിൽ ചാണകം തളിക്കുന്നത് പോലെയുള്ള ലജ്ജാകരമായിട്ടുള്ള പ്രതിഷേധ മുറകൾക്ക് കോൺഗ്രസ് തയ്യാറായിട്ടുള്ളത്. ഞാൻ ചോദിക്കട്ടെ, രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിക്ക് എന്ത് അയിത്തമാണ്, എന്ത് അസ്പൃശ്യതയാണ്, എന്ത് പതിത്വമാണ് തൃശ്ശൂർ വടക്കുന്നാഥൻ മൈതാനിയിൽ വരാനുണ്ട് എന്ന് കോൺഗ്രസ് വിചാരിക്കുന്നത്? ഇതെന്ത് ജാതീയമായിട്ടുള്ള എന്ത് വിവേചനമാണോ? ഒരു OBC വിഭാഗക്കാരനായിട്ടുള്ള പ്രധാനമന്ത്രി വന്നു പോയി കഴിഞ്ഞാൽ അവിടുത്തെ വിശുദ്ധി നഷ്ടപ്പെട്ടു, അതുകൊണ്ട് ഈ ചാണകം തളിച്ചിട്ട് അവിടെ വിശുദ്ധമാക്കി. ചാണകം തളിക്കുക എന്ന് പറയുന്നത് ഈ പറയുന്ന വിശുദ്ധിയുമായി ബന്ധപ്പെട്ട സങ്കല്പമാണ്. ഈ രാധാകൃഷ്ണന്റെ അയിത്തം വിവാദം വന്നപ്പോ ഇവിടെ ചില ഇടതുപക്ഷ പുരോഗമനവാദികളൊക്കെ പറഞ്ഞിട്ടുണ്ട് ക്ഷേത്രത്തിനുള്ളിലെ പോലും ശുദ്ധി എന്ന്
പറയുന്ന സംവിധാനം ജാതിയുമായി ബന്ധപ്പെട്ട അയിത്താചരണമാണെന്ന്. ഇവിടെ ഒരു പ്രധാനമന്ത്രി ഒരു പൊതുസ്ഥലത്ത് വന്നതിന് നിങ്ങൾ ചാണകം തളിക്കുകയാണ്, അവിടെ വിശുദ്ധി നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട്. എന്ത് വിശുദ്ധി കുറവാണ് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിക്ക് ഉള്ളത്? അപ്പോ വളരെ കമ്മ്യൂണൽ ആയിട്ടുള്ള പോളറൈസേഷൻ ഉണ്ടാക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഹെയ്റ്റ് ക്യാമ്പയിനിങ്ങിനാണ് ഇവർ ശ്രമിക്കുന്നത്. വളരെ ഒരു വർഗീയമായിട്ടുള്ള ഒരു ചേരിതിരിവ് ഉണ്ടാക്കാനുള്ള ശ്രമമാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തിനിഷ്ഠമായിട്ടുള്ള അധിക്ഷേപ രാഷ്ട്രീയത്തിലേക്ക് തിരിയാനുള്ള ഒരു വളരെ പരിഹാസ്യമായിട്ടുള്ള ശ്രമമാണ് ടി.എൻ. പ്രതാപന്റെ നേതൃത്വത്തിൽ ഉണ്ടായത് എന്നതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ നിറം മട്ടിലുള്ള പ്രതിഷേധങ്ങൾക്ക് പ്രതികരണങ്ങൾക്ക് ബി.ജെ.പി നിർബന്ധിതമായിരിക്കുന്നത്. അത് ബി.ജെ.പി കൊണ്ട് അദ്ദേഹം പറയിപ്പിച്ചാണ്.